ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് ലൂപ്പ്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. +1 +2 പഠിക്കുന്ന എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് എഴുതുക. അപ്പോൾ ഇതാണ് എൻ്റെ സുവോളജിയുടെ പ്രാക്ടിക്കൽ റെക്കോർഡ്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, സബ്ജക്റ്റ്, നമ്മുടെ സ്കൂള്, ഇയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ടീച്ചറുടെ സിഗ്നേച്ചർ, ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ, ഇത്രയാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. ഞാൻ 2023-24 ബാച്ചാണ്. അപ്പോൾ ആ ഒരു റെക്കോർഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ വരക്കാനുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. പിന്നെ വരുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എപ്പോഴും നമ്മൾ ഡേറ്റും പേജ് നമ്പറും കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എഴുതിയ പേജ് നമ്പർ വെച്ചിട്ടായിരിക്കും ഇൻവിജിലേറ്റർ നമ്മുടെ റെക്കോർഡ് നോക്കുന്നുണ്ടാവുക. പിന്നെ ഇതുപോലെ ഓരോ പിക്ചറായിട്ട് വരച്ചു തുടങ്ങുകയാണ്. റൈറ്റ് സൈഡിൽ പിക്ചർ, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കമൻറ്റ്സ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ റെക്കോർഡ് എഴുതേണ്ടത്. പിന്നെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പെൻസിൽ എന്നത് കമ്പൽസറി ആയിരുന്നു ഞങ്ങളുടെ ആ ടൈമിലൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നത് അറിയില്ല. എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. എപ്പോഴും റെക്കോർഡ് എഴുതുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം റെക്കോർഡ് എഴുതാനായിട്ട്. ഫൈനൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ സമയത്താണ് നമ്മൾ ഈ ഒരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്രത്തോളം നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നീറ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഓരോ പേജിലും നമ്മൾ പേജ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റും ഇടാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഓരോ പിക്ചർ വരക്കുന്ന സമയത്ത് തന്നെ പേജ് നമ്പറും ഡേറ്റും ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് ടൈമിൽ റഷ് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പേജ് നമ്പർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ഇവിടെ ഗാർഡൻ ലിസാർഡിൻ്റെ പേജ് നമ്പർ 15 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ പേജ് നമ്പർ തന്നെ വേണം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻടെക്സിൽ 15th പേജിൽ എന്തായിരിക്കണം, ഗാർഡൻ ലിസാർഡ് ആയിരിക്കണം. അപ്പോൾ ഇൻവിജിലേറ്റർ നോക്കുന്ന സമയത്ത് ഗാർഡൻ ലിസാർഡ് പേജ് നമ്പർ 15. അപ്പോൾ ഇൻവിജിലേറ്റർ നമ്മുടെ റെക്കോർഡ് മറിക്കുന്ന സമയത്ത് പേജ് നമ്പർ 15ൽ എന്തെന്നെ ആയിരിക്കണം, ഗാർഡൻ ലിസാർഡ് തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് മോർഫോളജി ആൻഡ് അനാട്ടമി ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ സ്പേസ് വിട്ടുകയാണ്. പിന്നെ ഫിസിയോളജി, അതുപോലെ തന്നെ ഫ്രോഗിൻ്റെയും കോക്രോച്ചിൻ്റെ ഒക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ പറയണില്ല. ഈ ഒരു റെക്കോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു റെക്കോർഡ് എഴുതിയതിൻ്റെ PDF ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴി കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ബയോകെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് പെൻ യൂസ് ചെയ്യാം. +1 പ്രാക്ടിക്കൽസിൽ വരുന്നതാണ് ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആൻഡ് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പെൻ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് സ്ലൈഡ് പ്രിപ്പറേഷൻ. അത് നമുക്ക് ചീക്സെല്ലും അതുപോലെ തന്നെ ബ്ലഡ് സ്മിയറാണ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2023-24 ഞാൻ ചെയ്ത റെക്കോർഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തരുന്നത്. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പിക്ചറും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതും കമൻറ്റ്സ് എഴുതുന്നതും പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ജെനറ്റിക്സിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് തരുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക റെക്കോർഡ് എഴുതുന്ന സമയത്ത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇത് 2023-24 ബാച്ചാണ്. എന്തെങ്കിലും ചേഞ്ചസ് വരാതിരിക്കാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് തരുന്ന പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ റെക്കോർഡ് എഴുതാൻ. ഈ ഒരു റെക്കോർഡ് അതുപോലെ ആരും പകർത്തി വെക്കരുത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്ന ലാബ് മാനുവൽ ന്യൂ ജ്യോതിയുടെ ലാബ് മാനുവലാണ്. ഇതെനിക്ക് എൻ്റെ ടീച്ചർ റെഫർ ചെയ്തതാണ്. ഈ ഒരു ന്യൂ ജ്യോതിയുടെ ലാബ് മാനുവൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എനിക്കും അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്നതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും എങ്ങനെയാണത് ഇവാലുവേറ്റ് ചെയ്യുക എന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഒക്കെ സമയമാവുന്ന സമയത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ന്യൂ ജ്യോതി അല്ലാതെ തന്നെ ഒരുപാട് ലാബ് മാനുവൽ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. എനിക്ക് ടീച്ചർ റെഫർ ചെയ്തതുകൊണ്ട് ഞാൻ സുവോളജിയും അതുപോലെ തന്നെ ബോട്ടണി ന്യൂ ജ്യോതി തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.